ഇവിടെ എൻ്റെ വിഷയം അള്ളാഹുവിനെ അറിയുക അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയാം എന്നുള്ള വിഷയമാണ്. എന്താണ് ഇപ്പൊ അള്ളാഹിനെ പറ്റി അറിയാന്നുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹിനെ പറ്റി. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതാണ്, അള്ളാഹിനെ നമുക്കറിയാം. നമ്മൾ ദിവസേന ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ പല കാര്യങ്ങളും പുസ്തകങ്ങളിൽ കൂടിയും ടെക്നോളജിയിൽ കൂടിയും നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ബന്ധങ്ങളിൽ കൂടി നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു വരുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി തൻ്റെ റബ്ബുമായുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ റബ്ബിനെ എത്രമാത്രം അറിയാം എന്നുള്ളത് ഉണ്ടാവുന്നത് ആ വ്യക്തിയും തൻ്റെ റബ്ബുമായുള്ള ഒരു വിശ്വാസത്തിൻ്റെ മേലെയാണ്. നമ്മൾ എൻ്റെ റബ്ബിനെ ഞാൻ വിശ്വസിക്കുക, അതുവഴി ഞാൻ എൻ്റെ റബ്ബുമായി ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുക. അതുവഴിയാണ് എനിക്ക് എൻ്റെ റബ്ബിനെ എത്രത്തോളം അറിയാം എന്നുള്ളത്. ഞാൻ എൻ്റെ റബ്ബിനെ അടുക്കുക, ആ അടുപ്പം വഴി, ആ അടുപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ റബ്ബിനെ നമ്മൾ അനുസരിക്കും. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ പറയുമ്പോഴാണല്ലോ നമ്മൾ അനുസരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്തുണ്ടാക്കിയെടുക്കണം? ഒരു സ്നേഹം. എന്നോട് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് ചെയ്യും. ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ഞാൻ പറയൂല, ഞാൻ എന്തായാലും അത് ചെയ്യും. അതുപോലെ എന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച തൻ്റെ റബ്ബുമായി ഒരു അടുപ്പമുണ്ടാക്കുക, വിശ്വാസം അല്ലെങ്കിൽ അനുസരണം. ഇതൊക്കെയാണ് അള്ളാഹുവിനെ ഒരു വ്യക്തി അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ സൂറത്ത് ബഖറയിലെ 186 സൂക്തമാണ് ഓതി വെച്ചിട്ടുള്ളത്. അള്ളാഹു പറയാണ്, നേരത്തെ ഹഫ്സിന് ഓതി ആയത്തായിരുന്നു, എന്നെ പറ്റി എൻ്റെ അബ്ദുകൾ അള്ളാന്റെ റസൂലിനോട് പറയണല്ലോ, ചോദിക്കുകയാണെങ്കിൽ പറയുക ഖരീബ് എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത്. എൻ്റെ റബ്ബ് എൻ്റെ അടുത്തുണ്ട്. ഖരീബ്, അറബിയിൽ ഖരീബ് എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത്, ബഈദ് ദൂരെ, ഖരീബ് അടുത്ത്. അപ്പൊ അള്ളാഹു എൻ്റെ അടുത്തുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനാണ് അള്ളാഹ് അടുത്തുണ്ട്? അള്ളാഹ് പറയാണ്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് എന്തെങ്കിലും എൻ്റെ അടിമകൾ ചോദിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ അടുത്തുണ്ട്, അവനിക്ക് ഞാൻ ഉത്തരം നൽകും. അള്ളാഹു പറയാണ്, ഞാൻ അവനിക്ക് ഉത്തരം നൽകും. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ റബ്ബുണ്ട്. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒറ്റപ്പെട്ട് വിഷമിച്ച് മനസ്സിലെ ഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാൻ മാത്രം വിഷമിച്ച് നിൽക്കുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളാരും പരിഗണിക്കാതെ അല്ലെങ്കിൽ നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കാതൊക്കെ നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ശരിക്ക് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അള്ളാഹ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് തന്നെ അതിനു വേണ്ടിയാ. സൂറത്ത് സഫിൽ അള്ളാഹ് പറയുന്നുണ്ട്, ലലാലത്തിലായ ഒരു ഖൗമിലേക്ക് അള്ളാഹ്